CTI is a people channel. അതൊരു ജനകീയ ചാനലാണ്. അത് നിങ്ങളുടെ ചാനലാണ്. ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ പൊതുവായ പ്രശ്നങ്ങളാണ്. വെറും പ്രശ്നങ്ങൾ മാത്രമല്ല, അതിന്റെ പരിഹാരങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഫ്രീ മാർക്കറ്റ് വിത്ത് എന്റർടൈൻമെന്റ്? ഇന്നത്തെ കാലത്ത് സിറ്റീസിലല്ലാതെ ടൗൺഷിപ്പിലോ അതോ മറ്റു സ്ഥലങ്ങളിലോ ഒരു എന്റർടൈൻമെന്റിനുള്ള സ്ഥലമുണ്ടോ? ഇന്ന് ഫാമിലി ആയിട്ട് ഒന്ന് ഔട്ടിങ്ങിന് പോകുവാനായിട്ടോ ഒന്ന് റിലാക്സ് ചെയ്യുവാനായിട്ടോ പറ്റിയ ഒരു സ്ഥലമുണ്ടോ? ഇന്ന് ലോകം ഒരു കൈക്കുമ്പിളിലാണ്. ഇന്നത്തെ യുവാക്കൾക്ക് ലോകത്ത് നടക്കുന്നതെല്ലാം അവർക്കറിയാം. പ്രത്യേകിച്ച് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നടക്കുന്ന എല്ലാ സൗകര്യങ്ങളും ജീവിത ശൈലികളും അവർക്ക് സുപരിചിതമാണ്. പ്രത്യേകിച്ച് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിൽ ഇവർ പിന്നെ ഇവിടെ നിൽക്കുമോ? നമ്മുടെ ചെറുപ്പക്കാർ നാട് വിട്ടു പോയാൽ പിന്നെ നമ്മൾ അതിശയിക്കാനുണ്ടോ? നമ്മൾ മാതാപിതാക്കൾ അനാഥരാവുകയല്ലേ? വാർദ്ധക്യകാലത്ത് മക്കളുമില്ല, ഗവൺമെന്റുമില്ല. CTI ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു പുതിയ കോൺസെപ്റ്റ് ആണ്. ഫാമിലി സഹിതമായിട്ട് ഔട്ടിങ്ങിന് പോകുവാനായിട്ടും സമ്പാദിക്കുവാനായിട്ടും നിങ്ങളുടെ ടാലൻസ് പ്രകടിപ്പിക്കുവാനായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യുവാനായിട്ടും ഒരു കോൺസെപ്റ്റ് ആണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. CTI ദ പീപ്പിൾസ് ചാനൽ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ഫ്രീ മാർക്കറ്റ് വിത്ത് എന്റർടൈൻമെന്റ്. രാഷ്ട്രീയത്തിൽ കേരള യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ വൈസ് ചെയർപേഴ്സണായി തന്റെ പാഷൻ മാത്രം ഫോളോ ചെയ്ത് ജീവിച്ച ഒരു പ്രശസ്തയായ വനിതയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കോട്ടയത്ത് ആദ്യമായി 1990 എയറോബിക്സ് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നീട് അത് എറണാകുളത്തോട്ട് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തു. സ്കൂൾ കൗൺസിലറായും ഫാമിലി കൗൺസിലറായും അവർ പ്രവർത്തിക്കുന്നു. ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. അതിലുപരി ഒരു സിനി ആർട്ടിസ്റ്റ് കൂടിയാണ്. 18 സിനിമകളിൽ അമ്മ വേഷമായും കന്യാസ്ത്രീ വേഷമായിട്ടും തിളങ്ങി. നാട്യ വ്യായാമ അറ്റ് വരാന്തയുടെ ഫൗണ്ടറും ഡയറക്ടറും കൂടിയായ ഗീത ഉമ്മൻ മാത്തനെ ഈ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചെറുപ്രായത്തിൽ തന്നെ കോട്ടയത്ത് പ്രശസ്തമായ ഏലിയ കത്തീഡ്രൽ പള്ളിയുടെ സെക്രട്ടറിയായി തിളങ്ങുകയും അതിലുപരി കാക്കനാട് അക്കൗണ്ടിംഗ് അസോസിയേറ്റീവായി വർക്ക് ചെയ്യുന്ന എബി ബി കുര്യനെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ ദ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ, ഫാമിലി കൗൺസിലറും ഇൻഡിവിജ്വൽ കൗൺസിലറും കൂടിയായ ഒരു യുവ പ്രതിഭയായ ഒരു യുവ സജന സാജനെ ഈ CTIയുടെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാം, ഈ നാട്യ വ്യായാമ അറ്റ് വരാന്ത ഈ കോൺസെപ്റ്റിനെ കുറിച്ചൊന്ന്. നാട്യ വ്യായാമ ലേഡീസിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് മിക്ക സ്ത്രീകൾക്കും വീട്ടിൽ കുറച്ച് ബോറടി, പിന്നെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ, കുറച്ച് സ്ട്രെസ് ലെവലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നെല്ലാം ഒന്ന് ഒളിച്ചോടണമെന്ന് അവർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ എപ്പോൾ അവർക്ക് ആഗ്രഹം വരുന്നോ അപ്പോഴെല്ലാം എൻ്റെ വരാന്തയിലേക്ക് അവർക്ക് വന്നു ചേരാനുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് നാട്യവ്യായാമം നടത്തുന്ന വരാന്ത. അപ്പൊ അതിനകത്ത് എന്താണ് ആക്ടിവിറ്റി ഉള്ളത്? ആക്ടിവിറ്റീസ് ഇപ്പൊ വരുന്ന ആൾക്കാർക്ക് ഇൻഡോർ ഗെയിംസ് ഉണ്ടാവും, കുറച്ച് ഡാൻസ് ഉണ്ടാവും, കുറച്ച് പാട്ട് പാടാനുള്ള. ഇപ്പൊ ചിലർക്ക് കുറച്ച് നമ്മുടെ പണ്ട് പാട്ട് പാടിക്കൊണ്ടിരുന്നവര് കല്യാണം കഴിയുമ്പോഴത്തേക്ക് പാട്ടും ഡാൻസും എല്ലാം അങ്ങ് മാറ്റി വെക്കുമല്ലോ. അപ്പൊ അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ അത് എപ്പോഴും കിടക്കും. പൊടിതപ്പിയെടുക്കാൻ അവർക്കത് ചെയ്യണമെന്നും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. സ്വന്തം വീട്ടിലിരുന്ന് ചിലപ്പോൾ ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളുണ്ട്. അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് വരത്തില്ല. അപ്പൊ ആ കോൺഫിഡൻസ് ലെവലിൽ നമ്മൾ കൊടുത്തുകൊണ്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന ആ സാധനങ്ങളെല്ലാം പൊടി തട്ടിയെടുത്ത് അവർക്കൊരു റെജുവിനേഷൻ കൊടുക്കുകയാണ്. അതാണ് മൈൻഡിൽ റിലാക്സ്ഡ് ആവും, ടോട്ടലി റിലാക്സ്ഡ് ആവും. ഓക്കെ. അതുപോലെ തന്നെ മാമിന്റെ പ്രായത്തിലുള്ളവരുടെ സാധാരണഗതിയിലുള്ള ഒരു പ്രോബ്ലംസ്, മാം ഒരു കൗൺസിലറും കൂടിയാണല്ലോ, അപ്പം സാധാരണ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങളുണ്ട്. അതായത് കുട്ടികൾ വളർന്നു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് ആദ്യം ചെറുപ്പകാലത്തിലെ കുട്ടികൾക്ക് അവരെ വേണം. കുറച്ച് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് അവർക്കെല്ലാം കുട്ടികൾക്ക് തന്നെ നിൽക്കാനുള്ളതാകും. അവർക്ക് അവരുടെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആവും. അവർക്ക് അവരുടേതായ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പൊ ചിലപ്പോ അവർ തിരിച്ചു പറഞ്ഞെന്നിരിക്കും. അത് അമ്മമാർക്കാണേലും പേരൻസിന് അതൊരു ബുദ്ധിമുട്ടാകും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ ഈ അമ്മമാര് അത് അമർത്തി വെക്കുകയാണ്. ആ ഒരു സങ്കടം മാറുന്നത് നമ്മളുടേതായ പ്രായക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ അതിനൊരു ചെറുതായിട്ടൊരു വ്യത്യാസം വരും.
ഓക്കെ, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പലതരം പ്രോബ്ലംസ് ആണല്ലോ, ഓരോ വ്യക്തിക്കും ഓരോ വിധത്തിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ ആ വ്യക്തിക്ക് വരുന്ന പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് കുറച്ചൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു രീതിയും ഇവിടെ എടുക്കുന്നുണ്ട്. ശരി. നമ്മുടെ ടാലൻസ്, മാം പറഞ്ഞു ടാലൻസിന്റെ കാര്യം പറഞ്ഞു, നമ്മുടെ ടാലൻസിനെ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം നമ്മൾ ഈ ഫ്ലീ മാർക്കറ്റിലൂടെ? വേറെ രാജ്യങ്ങളിലേക്ക് മാറിപ്പോവാനുള്ള ചില കാരണങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ കുറവാണ് എന്നുള്ളൊരു കോൺസെപ്റ്റും അതുപോലെ തന്നെ ഒരു ചിന്തയും എല്ലാ യുവാക്കളിലും എപ്പോഴും പരിമിതപ്പെട്ട് കിടക്കുകയാണ്. അതായത് നമുക്ക് ഒരു ഓൺടർപ്രണർഷിപ്പ് എന്നുള്ളൊരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ ഒട്ടും അവയറല്ല. ചില കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പുസ്തകങ്ങളിൽ മാത്രം കാണുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ട് കൊമേഴ്സ് പഠിക്കുന്ന പലർക്കും ഡെബിറ്റ് തന്നെ ക്രെഡിറ്റ് തന്നെ അറിയത്തില്ല. അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം പോലെ. അതായത് അപ്ലിക്കബിലിറ്റി ഒരു വലിയൊരു പ്രശ്നമാണ്. അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലേക്ക് നമ്മൾ ഇതായിട്ട് കയറി ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾ പഠിച്ചത് അവിടെ എങ്ങനെ ഉപയോഗപ്രദമാക്കുക എന്നുള്ളത് എന്നൊരു ചോദ്യചിഹ്നമായിട്ട് കുട്ടികളുടെ മനസ്സിൽ നിൽക്കുക, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റികളെ പറ്റിയുള്ളൊരു കൃത്യമായ ബോധവൽക്കരണം ഇന്നത്തെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതിന് മാത്രമുള്ള ഓപ്പർച്യൂണിറ്റികൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നുള്ളതാണ് സത്യം. ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുക എന്നുള്ളതും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റികൾ വഴി ഒരുക്കുക എന്നുള്ളതും രണ്ട് വലിയ കാര്യങ്ങളാണ്. ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് സ്വയമായിട്ട് ശ്രദ്ധിക്കണം. ഓപ്പർച്യൂണിറ്റി വഴി തുറക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ മുതിർന്ന ആളുകൾ, നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ രക്ഷിതാക്കൾ, അവരൊക്കെയാണ് നമുക്ക് അതിനോട് വഴി തുറന്നു തരേണ്ടത്. അത് തുറന്നു തരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള ഔട്ട്പുട്ട്സ് നമുക്ക് നമ്മുടെ രാജ്യത്തിനോട് തന്നെ കൊടുക്കാൻ സാധിക്കും. അത് നമ്മുടെ എക്കണോമിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും, നമ്മുടെ ഓൺ കരിയർ ഗ്രോത്തും. പ്രശ്നമുണ്ട്, നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്താലും നമുക്ക് ഇവിടെ ഫെസിലിറ്റീസ് ഉണ്ടോ? യുവാക്കളെ അട്രാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓപ്പർച്യൂണിറ്റികളെ കുറിച്ചുള്ള തിരിച്ചറിവ് വിദ്യാർത്ഥികൾക്ക് ഉണ്ടായെങ്കിൽ കൂടെയും ഓപ്പർച്യൂണിറ്റികൾ, സാധ്യതകൾ തുറന്നു കൊടുക്കുക എന്നുള്ളത് ഇവിടെ നിലവിലുള്ള സിസ്റ്റത്തിന്റെ കയ്യിലുള്ള കാര്യമാണ്. അത് ഇവിടുത്തെ ഗവൺമെന്റ്, അതെ, ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള റോഡ്, എയർപോർട്ട്, സീപോർട്ട് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഉണ്ട്. പക്ഷെ അതിനപ്പുറമായിട്ട് ആവശ്യമാണ് മനുഷ്യന് വേണ്ടിയിട്ട്, ഏതൊരു രാജ്യത്തിന്റെയും എൻറ്റയർ വേൾഡിലും ഹ്യൂമൻ റിസോഴ്സ് ആണ് ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള റിസോഴ്സ്. ആ റിസോഴ്സിനെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏതൊരു രാജ്യത്തിന്റെയും മിടുക്ക്. അപ്പൊ അതിനെ കൃത്യമായിട്ട് ആ രാജ്യത്ത് തന്നെ ഉപയോഗപ്രദമാക്കുന്ന രീതിയിൽ വേണം നമ്മുടെ സിസ്റ്റം എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട്. അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇവിടെ നിൽക്കും. നമുക്കിവിടെ എത്ര പാർക്കുകളുണ്ട്? നമ്മൾ ഈവൻ സിറ്റീസ് എടുത്തുകൊണ്ട് ടൗൺഷിപ്പ് എടുത്തു വയ്ക്കൂ. ശരിക്കും നമ്മളുടെ പാർക്ക് ഉണ്ടാക്കുന്നത് പ്രപ്പോർഷനേറ്റ് ടു ദ പോപ്പുലേഷനാണ്, അല്ലേ? അതും നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ വരെ നമുക്കത് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ആകെപ്പാടെ ഒരു പാർക്കും ഉണ്ടാവും, ചിലപ്പോൾ അത് പാമ്പ് കയറി കിടക്കുന്നതായിരിക്കും, ആർക്കും അതിനകത്തോട് കയറാനും പറ്റില്ല. നമ്മുടെ ഫെസിലിറ്റി വേണം, എന്റർടൈൻമെന്റിനുള്ള സ്ഥലവും വേണം, അല്ലേ? പറഞ്ഞ പോലെ ബന്ധങ്ങൾ കൂടുതൽ ബോണ്ട് ക്രിയേഷന് സാധ്യതയാണ്. കാരണം അവരിവിടെ നിൽക്കുക, അവർക്ക് അച്ഛനും അമ്മയായിട്ടും അവരുടെ കൂട്ടുകാരായിട്ടും പഠിച്ച സ്ഥലങ്ങളായിട്ടും ജീവിച്ച സ്ഥലങ്ങളായിട്ടും ഒക്കെ കൂടുതൽ മിങ്കിൾ ചെയ്യാനും, അപ്പോൾ അവരുടെ മോറൽ വാല്യൂം കൂടുകയാണ്. അതുപോലെ തന്നെ അവരിവിടെ നിൽക്കുമ്പോൾ അവരുടെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് കരിയർ പോലുള്ള കാര്യങ്ങളും അവർക്ക് സ്വാഭാവികമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടി വരും. അപ്പോൾ എല്ലാം കൊണ്ടും അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ ഈ കോട്ടയത്ത് പണ്ട് പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗാന്ധി പ്രതിമയും പി.ടി. ചാക്കോ പ്രതിമയും ഒഴിച്ച് 6 മണിക്ക് ശേഷം എല്ലാവരും വേറൊരു ലോകത്താണ്. ഇതിനെക്കുറിച്ച് സഞ്ജനയ്ക്ക് എന്ത് പറയാനുണ്ട്? അതുകൊണ്ട് തന്നെ ഫ്ലീ മാർക്കറ്റ് എന്റർടൈൻമെന്റ് എന്ന കോൺസെപ്റ്റ് ഇതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? എബി പറഞ്ഞ ആൻസറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത് പറഞ്ഞത് പോസിബിലിറ്റീസ് ആണ്. കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം അല്ല, നമ്മളുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പോസിബിലിറ്റീസ് ഒരുപാടുണ്ട്. പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അതിൻ്റെ ആൻസറും സാറ് തന്നെ പറഞ്ഞു, ഫ്ലീ മാർക്കറ്റ്സ് ഇതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇന്ന് ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഡെവലപ്മെൻറ്റിൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റ് സോഷ്യലൈസേഷനാണ്, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ടുള്ളൊരു ഇൻ്ററാക്ഷനാണ് നമുക്കിന്ന് മിസ് ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വേൾഡിൽ തന്നെ ഏറ്റവും ആദ്യമായിട്ടുള്ള ഫുള്ളി പവേർഡ് സോളാർ പവേർഡ് എയർപോർട്ട് വരെ നമ്മളുടെ കേരളത്തിലാണ്. എങ്കിൽ പോലും ആൾക്കാർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനോ ഒന്നിച്ചൊന്ന് വെളിയിൽ പോകാനോ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഫുഡ് ജോയിൻസിന് അപ്പുറമായിട്ട് ഉള്ളൊരു സ്പേസ് നമ്മളുടെ കേരളത്തിൽ വളരെ ലിമിറ്റഡ് വരുമ്പോൾ ഫ്ലീ മാർക്കറ്റ് പോലത്തെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് നമുക്ക് കിട്ടുന്നത്.
അവളുടെ ബിസിനസ്, സ്മോൾ ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഒരു എക്കണോമിക്കലായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു ചെറിയ ക്യാഷ് ഇൻഫ്ലോ അവിടെ സംഭവിക്കുന്നുണ്ടായിരിക്കും. ഇനി അതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ടായിരിക്കും. അഡീഷണൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലീ മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യും, ഒരുപാട് കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരോട് ഇടപഴകും. അപ്പം നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ ഒരുപാട് കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനും ഒരുപാട് കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് കിട്ടുന്നു. ഇനി നമ്മളൊരു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്കണോമി അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ബേസിസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളിന്ന് കണ്ടുവരുന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ബിസിനസ്സുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള സ്പേസിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ബിസിനസ് ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ആ സെറ്റ് ഓഫ് ആൾക്കാർക്ക് ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ സ്ട്രോങ് ഓൺലൈൻ സ്പേസ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ ഫ്ലീ മാർക്കറ്റ്സ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിരിക്കും. അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻ്ററാക്ഷൻ ഇല്ല, ഡയറക്റ്റ് ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ആയിരിക്കും അവിടെ സംഭവിക്കുക. ഓൾസോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ സെല് ചെയ്യുന്നതിനെക്കാട്ടിലും കുറേയും കൂടി റീസണബിൾ ആയിട്ട് അവരുടെ പ്രോഡക്റ്റ്സ് അവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റ്സ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുന്നതിന് അനുസരിച്ച് മോഡിഫൈ ചെയ്യാനും ഈ സെല് ചെയ്യുന്നവർക്ക് ഫ്ലീ മാർക്കറ്റിനകത്ത് നമുക്ക് ഈ റീസെല് ചെയ്യാലോ, യൂസ്ഡ് ഗുഡ്സ് റീസെല് ചെയ്യാമല്ലോ അല്ലേ? സസ്റ്റൈനബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് കണ്ട് മനസ്സിലാക്കി വാങ്ങിക്കാം അല്ലേ? സെക്കൻഡ് ഹാൻഡ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് കാണും ഇതിന് ശരിയായിരിക്കുമോ എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ ഡയറക്റ്റ് കണ്ട് പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്സൈക്ലിംഗ് കോൺസെപ്റ്റിലും നല്ലതാണ്. ആസ് എ ഹോൾ നമ്മുടെ എൻവയോൺമെന്റിനും ആ ഒരു അതായത് നമ്മളുടെ ടാലൻസുകൾ അത് പ്രത്യേകിച്ച് പലരും ഈ മാം പറഞ്ഞ പോലെ തന്നെ കല്യാണം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നും പുറത്തെടുക്കാൻ പറ്റാതെ ഉള്ള അവസ്ഥകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊടുതട്ടി എടുക്കുവാനായിട്ടും നമ്മളെ ഇപ്പം സപ്പോസ് ഒരു കേക്ക് ബേക്കർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെയിന്റിങ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ആളായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള ടാലൻസ് ഉള്ള പല ആളുകളുണ്ട്. അതുപോലെ മ്യൂസീഷ്യൻസ് ഉണ്ടാകാം, അതുപോലെ നല്ല ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരുണ്ടാകാം. ഇവർക്കൊക്കെ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് നമ്മളിതിനെ നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ CTI എന്ന് പറയുന്ന ചാനല് എബ്രാഹിമിന്റെ മാത്രമുള്ള ചാനലല്ല, ഇത് നിങ്ങളുടെ ചാനലാണ്. ഈ കോൺസെപ്റ്റ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിച്ചെങ്കിൽ ഈ കോൺസെപ്റ്റ് എല്ലാവരിലേക്കും എത്തിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കൂട്ട ഉത്തരവാദിത്വമാണ്. ഈ കോൺസെപ്റ്റ് എല്ലാവരും ഷെയർ ചെയ്ത് മറ്റ് ആളുകളിൽ എത്തിയെങ്കിൽ മാത്രമേ അവരുടെ അഭിപ്രായം നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുകയും അതിനകത്ത് വേണ്ട കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഓരോരുത്തർക്കും ഓരോ വ്യക്തികൾക്കും ഓരോ അഭിപ്രായം തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഫ്രീ മാർക്കറ്റ് വിത്ത് എന്റർടൈൻമെന്റ് എന്നുള്ള കോൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യൂ. നിങ്ങൾ അതിനകത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള കമന്റ്സ് നിങ്ങൾ രേഖപ്പെടുത്തൂ. ഞങ്ങൾ തീർച്ചയായിട്ടും ആ കമന്റ്സ് എടുത്ത് അതിന് വേണ്ടിയ നടപടികളിലേക്ക് ഞങ്ങൾ കിടക്കാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അതിനെല്ലാം നിങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ എവറിഥിങ്. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിനീതമായ നന്ദി.